ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് കാസർഗോഡ് പിടിയിലായ ലഹരിക്കടത്ത് സംഘം മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർ, വി.ഡി. സതീശൻ്റെ അടുപ്പക്കാർ. പിടിയിലായ ഹുസൈൻ സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ. പ്രതികളുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശനുള്ള അടുത്ത ബന്ധം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് ഇതാ പുറത്തുവിട്ടു. ഇന്നലെ 130 ഗ്രാം MDMA-യുമായി അബ്ദുൽ സലാമും മുഹമ്മദ് ഹുസൈനും പിടിയിലായിരുന്നു. ഇരുവരും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർ, മുഖ്യമന്ത്രിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകർ. മാത്രമല്ല, വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിലേ ഇവരുടെ ബന്ധങ്ങളുടെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിന് തെളിവ്. പ്രതികളുടെ സോഷ്യൽ മീഡിയയിലെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിന് തെളിവ്. മാത്രമല്ല, ഇവരുടെ ഇൻറ്റിമസി ബോധ്യമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തെത്തിക്കൊണ്ടിരിക്കുന്നതും കൈരളി ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നതും. സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. സാലി, സാധാരണഗതിയിൽ ഒരു സെൽഫി ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ ഉള്ള ഒരു ബന്ധമല്ല, അതിനപ്പുറത്തേക്ക് ഗാഢമായി കരങ്ങൾ പിടിച്ച് ഇരുവരും നടന്നു പോകുന്നു മുഖ്യമന്ത്രിയുമായി. ഇങ്ങനെയൊക്കെയുള്ള ദൃശ്യങ്ങളുണ്ട്. വലിയ അടുപ്പക്കാർ, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മുഖ്യമന്ത്രിയുടേത്. MDMA കേസിലെ പ്രതികൾ. അജിംഷാദ്, ചെറിയ കേസല്ല, വലിയ സംഭവമാണ് പുറത്തു വരുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം മുഖ്യമന്ത്രിയും നേതാക്കളും ഒക്കെ ആയിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു പൊതുചടങ്ങിൽ സെൽഫി എടുക്കുന്നതിന് ചില നേതാക്കന്മാർ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ലായിരുന്നു. പക്ഷേ ഈ കോൺഗ്രസ് നേതാക്കൾ പലരും സെൽഫി എടുക്കാനൊക്കെ നിന്നു കൊടുക്കുന്നവരാണ്. പക്ഷേ ആ സെൽഫിയോ അത്തരമൊരു ചിത്രമോ അല്ല ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇപ്പോൾ വിവാദമായിരിക്കുന്ന കുറേ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളെന്ന് പറയുന്നത് എവിടെയെങ്കിലുമുള്ള ദൃശ്യങ്ങളല്ല. മുഖ്യമന്ത്രി ഈ പ്രതികളുടെ വീട്ടിലെത്തിയതിൻ്റെ ദൃശ്യം ഒന്ന്. മറ്റൊന്ന്, ഈ പ്രതികൾ മുഖ്യമന്ത്രിയും അതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അക്കാലത്തും ഈ പ്രതികൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലും പറവൂരിലെയും ദേശത്തെയും ഒക്കെ സ്വന്തം വീടുകളിലും ഒക്കെ സന്ദർശനം നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ മറ്റു ചിലത്. മറ്റൊന്ന്, ഒരു പ്രതി വ്യവസായ മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടിയുമൊത്ത് നിയമസഭാ മന്ദിരത്തിൻ്റെ കോറിഡോറിലൂടെ നടന്നു പോകുന്ന ഒരു ദൃശ്യം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇവർ ചെറിയ കക്ഷികളല്ല എന്ന് വ്യക്തമാണ്. മാത്രമല്ല, ഇത് എങ്ങനെയെങ്കിലും പുറത്തു വന്ന ദൃശ്യങ്ങളല്ല. ഇവർ സ്വന്തം ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ അവർ തന്നെ പല ഘട്ടങ്ങളിലായി പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ തമ്മിൽ വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്ന് തന്നെയാണ്. ചെറിയ കേസല്ല ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇന്നലെ ചന്ദേര പോലീസ് കാലിക്കടവ്, അതായത് കാസർഗോഡ് കർണാടക അതിർത്തിയിൽ വെച്ച് ഒരു വാഹനം തടഞ്ഞു നിർത്തി പരിശോധന നടത്തുന്നു. ആ പരിശോധനയ്ക്കിടയിൽ ഇവരുടെ കൈവശത്ത് നിന്ന് 139 ഗ്രാം MDMA പിടികൂടുന്നു. അവർ ചോദ്യം ചെയ്തു വന്നപ്പോഴാണ് ഇവർ തന്നെ അവകാശപ്പെട്ടത് ഈ പിടികൂടിയ ആളുകളോട് ഞങ്ങൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്, വളരെ അടുത്ത ബന്ധമുള്ളവരാണ് എന്നൊക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് തന്നെ, ഈ പിടികൂടിയ ഉദ്യോഗസ്ഥരോട് തന്നെ അവിടെ വെച്ച് തന്നെ അവകാശപ്പെട്ടു എന്നാണ് കാസർഗോഡ് നിന്നുമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അപ്പം ഇവർ ഇങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് പെരുമ്പാവൂരിന് വരികയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വലിയ അളവിൽ 139 ഗ്രാം MDMA എന്ന് പറയുമ്പോൾ വലിയ അളവാണ്, 10 ലക്ഷത്തിന് അടുത്ത് രൂപ വില വരും. അങ്ങനെ വാങ്ങി പെരുമ്പാവൂരിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന ആളുകളാണ്. അങ്ങനെ വിൽപ്പന നടത്തുന്ന ആളുകളാണ് ഈ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതിനർത്ഥം ഏതെങ്കിലും തരത്തിൽ സ്വന്തം ഉപയോഗത്തിന് ചെറിയ അളവിൽ MDMA പിടിച്ച കൈവശം വെച്ച ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനെ പിടിച്ചു എന്നുള്ളതല്ല ഇന്നത്തെ വാർത്തയുടെ ഡെപ്ത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇവർ കേരളത്തിൽ പലയിടങ്ങളിലും MDMA മൊത്തക്കച്ചവടക്കാരായി എത്തിച്ചു കൊടുക്കുന്ന ശൃംഖലയിലെ കണ്ണികളാണ് എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. 2, ഇവർ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനായും മുമ്പ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളുകളാണ്. 2, 3, ഇവർ സജീവ കോൺഗ്രസ് പ്രവർത്തകരാണ്. ഈ അറക്കപ്പടി വെങ്ങോല പ്രദേശങ്ങളിലൊക്കെ ഇവർ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അതിൽ KH മുഹമ്മദ് ഹുസൈൻ യൂത്ത് കോൺഗ്രസിൻ്റെ വെങ്ങോല പഞ്ചായത്തിലെ 142-ാം ബൂത്തിൻ്റെ പ്രസിഡൻ്റാണ്. ആ കോൺഗ്രസ് നേതാക്കൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അത്ഭുതപ്പെട്ടു പോയി. ഇവർക്ക് ഇങ്ങനെ വലിയ മയക്കുമരുന്ന് ലോബിയുടെ ഭാഗമാണെന്ന് പോലീസ് പിടിച്ചപ്പോഴാണ് പല അടുപ്പമുള്ള കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഇവരെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രശ്നം. മറ്റൊരാൾ ഈ P.A. മുഹമ്മദ് സലാമും KH മുഹമ്മദ് ഹുസൈനും P.A. അബ്ബാസും 3 പേരാണ്. അതിൽ മുഹമ്മദ് സലാമും ഹുസൈനും സഹോദരിമാരുടെ മക്കളാണ്. ഈ അറക്കപ്പടി തന്നെ അടുത്തടുത്ത് വീടുകൾ ഉള്ളവരാണ്. അതിൽ ഒരു വീട്ടിലാണ്
പ്രതിപക്ഷ നേതാവായിരിക്കെ വി.ഡി. സതീശൻ സന്ദർശനം നടത്തുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക കാറിൽ, കേരള സ്റ്റേറ്റ് കാറിൽ അദ്ദേഹം അവിടെ വന്ന് ഇറങ്ങുന്നു. പോലീസ് അകമ്പടിയോടെ ഈ MDMA കച്ചവടക്കാരൻ്റെ വീട്ടിൽ കയറിയിരിക്കുന്നു. അവിടെ കുറേ നേരം സംസാരിക്കുന്നു. കൈ കോർത്തു പിടിച്ച്, വളരെ ആഴത്തുള്ള ആത്മബന്ധം നമുക്കതിൽ കാണാൻ കഴിയും. കൈ കോർത്തു പിടിച്ച് സംസാരിച്ച് ചിരിച്ച് കളിച്ച് ഇറങ്ങി വന്ന് കാറിൽ കയറി പോകുന്നു. അത് അന്നത്തെ സാഹചര്യത്തിൽ ആ ദൃശ്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല, ഒരാളുടെ വീട്ടിൽ പോകുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഇപ്പോഴാണ് ആ പ്രശ്നം നമ്മൾ തിരിച്ചറിയുന്നത്. ഇവരെല്ലാം മയക്കുമരുന്ന് ലോബിയുടെ ഭാഗമാണ്, മയക്കുമരുന്ന് കച്ചവടക്കാരാണ്, ഇവർ കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നവരാണ്. അതിന് പുതിയൊരു വിവരം കൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ചന്ദേര പോലീസ് പെരുമ്പാവൂരിൽ എത്തി ഒരാളെയും കൂടെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അയാൾക്ക് നമ്മളിപ്പോൾ പറയുന്നതിനേക്കാൾ ആഴത്തിലുള്ള കോൺഗ്രസ് ബന്ധമുണ്ട് എന്ന് വിവരം പുറത്തു വരുന്നുണ്ട്. ആ പേരുകൾ തൽക്കാലം നമ്മൾ പറയുന്നില്ല, കാരണം അതിൽ സ്ഥിരീകരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതുണ്ട്. അത് ഇന്ന് വൈകിട്ടോടുകൂടിയോ നാളെയോ ഏതായാലും ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, ഒരു സൈനുൽ ആബ്ദീൻ. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസൊക്കെ ആയിട്ട് കുറേ ബന്ധങ്ങൾ അതിൽ പറയുന്നുണ്ട്. പക്ഷേ സ്ഥിരീകരിക്കുന്ന എന്തെങ്കിലും വിവരം ലഭ്യമാകുന്ന മുറയ്ക്ക് അത് നമുക്ക് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ വ്യക്തമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഈ പ്രതികളുമായുള്ള ബന്ധം. ചെറിയ പ്രതികളല്ല, 140 ഗ്രാം MDMA കേരളത്തിലേക്ക് വന്ന് ഇവിടെ മൊത്തക്കച്ചവടക്കാരായി മാറിയ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായ ആളുകൾ മുഖ്യമന്ത്രി അവരുടെ വീട് സന്ദർശിക്കുകയും മുഖ്യമന്ത്രിയുടെ വീട് അവർ നിത്യേന സന്ദർശിക്കുകയും ചെയ്യുന്ന ആത്മബന്ധമുള്ള ആളുകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഇക്കാലത്ത് എങ്ങനെ സമൂഹം ചർച്ച ചെയ്യുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്.